അറേബ്യയിൽ തന്നെ ഏറെ പ്രശസ്തി ആർജിച്ച ഗോത്രമാണ് ഖുറൈശ്. ജാഹിലിയ്യത്തിന്റെ കടുംപിടുത്തങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് ഇതേ ഗോത്രത്തെയായിരുന്നു. ലോകം പടക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല താൻ പടച്ച ആ പ്രകാശത്തെ ലോകൈകർക്ക് മാർഗദർശനമായി അന്ത്യപ്രവാചകനായി നിയോഗിച്ചത് ഇതേ ഗോത്രത്തിലേക്കായിരുന്നു. പ്രമുഖ ഖുറൈശി നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ ഇളയ സന്താനമായ അബ്ദുള്ള, സുന്ദരനും സുമുഖനുമായ അബ്ദുള്ള വഹബിന്റെ പുത്രിയായ ആമിനയുമായുള്ള വിവാഹം നടക്കുകയും മഹിതമായ ആ ദാമ്പത്യ ജീവിതത്തിൽ ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുകയാണ്. ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിന് പോയ അബ്ദുള്ളക്ക് തന്റെ അരുമ സന്താനത്തെ ഒരു നോക്ക് കാണാനായില്ല. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അബ്ദുള്ള ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ക്രിസ്താബ്ദം 571 റബീഉൽ അവ്വൽ 12 ബനു ഹാഷിം തായ്വേരയിലെ അബൂ ത്വാലിബിന്റെ വീട് ആ അനുഗ്രഹീതമായ നിമിഷത്തിന് സാക്ഷിയാവുകയാണ്. 1000 വർഷം കത്തിച്ചു വെച്ച് പേർച്ചെടുത്തി കെട്ടുപോകുന്നു. മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീഴുന്നു. സാവാ തടാകം വറ്റി വരളുന്നു തുടങ്ങിയ അനവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാക്കിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആനക്കലാവർഷത്തിലെ തിങ്കളാഴ്ച ഈ ലോകത്തേക്ക് ഭൂചാരനാവുകയാണ്. അതിന് ഒരു നോക്ക് പോലും കാണാനാവാത്ത ആ കുഞ്ഞിനെ മാതാവ് ആമിന റളിയല്ലാഹു അൻഹ പിതാമഹൻ അബൂ ത്വാലിബിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സർവ്വരാലും സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള ആ കുഞ്ഞിനെ പടച്ച റബ്ബ് തോന്നിപ്പിച്ചത് പ്രകാരം അബ്ദുൽ മുത്തലിബ് പേരിടുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.